3 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. കേരളത്തിൽ സാലറി ചോദിക്കുന്ന ഒരു ക്രൈം ആണോ എന്ന്. ആ വീഡിയോയുടെ ഉള്ളടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ, കേരളത്തിൽ നല്ല സാലറി കിട്ടാൻ പാടാണെന്നും അല്ലെങ്കിൽ സാലറി ചോദിക്കുന്നത് വലിയ തെറ്റാണെന്നും എങ്ങനെ നല്ല സാലറി കിട്ടാം എന്നിങ്ങനെ വിവരിച്ചുകൊണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ 2-3 ദിവസം മുമ്പാണ് നഴ്സുമാരുടെ സമരം ശ്രദ്ധയിൽപ്പെട്ടത്. മിനിമം വേതനം 40,000 രൂപയാക്കണമെന്ന് പറഞ്ഞാണ് ആ ഒരു സമരം. അപ്പം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ആ ഒരു സമരം നടക്കുന്നത്. ഈ സമരത്തിന് മുന്നിട്ടിറങ്ങിയത് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ എന്ന സംഘടനയാണ്. അവരുടെ ഡിമാൻഡ് മാസം 40,000 രൂപ ശമ്പളം വേണം എന്നതാണ്. അതായത് ഒരുപാട് പ്രൈവറ്റ് ആശുപത്രികൾ ഈ നഴ്സുമാർക്ക് കൊടുക്കുന്ന ശമ്പളം 20,000-ലും താഴെയാണ്, അല്ല 20,000 വരെ, മാക്സിമം 20,000 പല ഹോസ്പിറ്റൽസും. അപ്പം ഗവൺമെൻറ് ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് 25,000 മുതൽ 33,000 വരെ ഒരു സാലറിയാണ്. പക്ഷേ അവരൊരിക്കലും അതിന് വഴങ്ങി കൊടുക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റൽ, അതായത് പല ജില്ലകളിലെ എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂർ, കണ്ണൂർ, അങ്ങനെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഈ ഒരു സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡയറക്ടർ ഈ നഴ്സുമാരോട് തട്ടിക്കയറുന്ന വീഡിയോകളൊക്കെ കണ്ടിരുന്നു. അപ്പം അങ്ങനെ നടക്കുന്നു. 40,000 രൂപ എന്ന് പറഞ്ഞ സാലറി ന്യായമാണോ അല്ലയോ? മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ഇത് ന്യായം തന്നെയാണ്. 40,000 കുറവാണ്. അതായത് ANM, GNM, BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, അങ്ങനെ. ആദ്യത്തെ ANM ആണ്, 2 വർഷത്തെ കോഴ്സാണ്. പിന്നെയുള്ളത് GNM ആണ്, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്ഫയർ. അത് 3 വർഷത്തെ കോഴ്സാണ്, 6 മാസത്തെ ഇൻറ്റേൺഷിപ്പും ഉണ്ട്. പിന്നെയുള്ളത് BSc നഴ്സിംഗ് ആണ്, 4 വർഷം പഠിക്കണം. പിന്നെ MSc നഴ്സിംഗ് 2 വർഷം. അപ്പം ഒരു BSc MSc നഴ്സിംഗ് എടുക്കുന്ന ആൾക്ക് 6 വർഷത്തോളം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. 6 വർഷം കഴിഞ്ഞ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച്, അതും കോഴ്സ് സ്ട്രക്ചർ, ഈ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ടഫുള്ള കോഴ്സാണ്, ജയിക്കാൻ പാടാണ്. മാത്രമല്ല കേരളത്തിൽ നഴ്സിംഗ് കോളേജുകൾ വളരെ കുറവാണ്. പലപ്പോഴും നമ്മൾ പഠിക്കാൻ പുറത്ത് പോകേണ്ടി വരും. കർണാടക, ആന്ധ്ര, മധ്യപ്രദേശ്, ഇവിടെയൊക്കെ ഭീമമായ ഫീസ് മുടക്കി പഠിക്കുന്ന പെൺപിള്ളേർ അല്ലെങ്കിൽ ആൺപിള്ളേരാണ്. ഇപ്പോൾ എന്നാൽ നിങ്ങൾ ആന്ധ്രാപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ പോയാൽ അവിടെ നഴ്സിംഗ് കോളേജിൽ 90% മലയാളികളാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ മലയാളി പെണ്ണുങ്ങളാണ് പഠിക്കുന്നത്. ഞാൻ പലപ്പോഴും ആന്ധ്രയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ കാണുന്നതാണ്. അവിടെ ഇഷ്ടം പോലെ കുന്നുപോലെ നഴ്സിംഗ് കോളേജുകളാണ് ആന്ധ്രയിലും കർണാടകയിലും. അവിടെ എല്ലാം പഠിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള പിള്ളേരാണ്. അതും ഭീമമായ ഫീസ് കൊടുത്ത്, ഹോസ്റ്റൽ ഫീസ്, ട്യൂഷൻ ഫീസ്. 4 വർഷത്തെ BSc ഗവൺമെൻറ് കോളേജിൽ പോലും 15,000 മുതൽ 30,000 രൂപ വരെ വർഷത്തിൽ ഫീസ് കൊടുക്കണം. 4 വർഷത്തെയാണ് 40,000 മുതൽ 1,20,000, 2 ലക്ഷം, 3 ലക്ഷം വരെയൊക്കെ ആവാം കോഴ്സിൻ്റെ ഫീസ്. അപ്പോൾ പ്രൈവറ്റിലൊക്കെ 2.5-3 തൊട്ട് 8 ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റൽ ഫീസും കൂടെ കൂട്ടുമ്പോൾ ഇവർ വലിയൊരു തുക തന്നെ ഇവർ മുടക്കുന്നുണ്ട്. ആ പുറത്തൊക്കെയാണ് നമ്മുടെ ഭക്ഷണം പോലും കിട്ടില്ല. അപ്പോൾ ആ നമ്മുടെ ഭക്ഷണമൊക്കെ ത്യജിച്ച് അവരുടെ ഭക്ഷണം കഴിച്ച് ആ ചൂടത്ത്, പലയിടത്തും ഹോസ്റ്റൽ മുറികളൊക്കെ ശോചനീയമാണ്. AC മുറി പോലും ഇല്ല. ആ ചൂടൊക്കെ, ഈ ആന്ധ്രയിലൊക്കെ കൊടും ചൂടാണ്. ഈ ചൂടൊക്കെ കൊണ്ട് അവർ കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ കിട്ടുന്നതോ വെറും 10,000 അല്ല 5,000 ഉലുവാന്നേ പറയാൻ പറ്റും. ചിലരൊക്കെ ഇങ്ങനെ പറയും എല്ലാ ജോലിക്കും മാന്യതയുണ്ട്, ഇതൊരു സേവനമാണ്. ഇത് സേവനമല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഇത് സേവനമല്ല. നമ്മൾ പഠിച്ചതിനുള്ള അംഗീകാരം കിട്ടണം. ഇവിടെ കാപ്പിക്കുരു പറിക്കാൻ വരുന്നവരും കല്ല് കുത്താൻ വരുന്നവരും എല്ലാം 1,500, 2,000 രൂപ ദിവസം ശമ്പളമുണ്ട്. അപ്പം പഠിച്ച് വൈറ്റ് കോളർ ജോലിയുള്ളവർക്ക് എന്തുകൊണ്ട് ശമ്പളം കൊടുക്കുന്നില്ല? അപ്പോൾ പഠിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം? ഇത്ര വർഷം എന്തിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഓരോരുത്തന്മാർ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് പറയും എല്ലാ ജോലിക്കും മാന്യതയുണ്ട്. എല്ലാ ജോലിക്കും മാന്യതയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ സ്കൂളും കോളേജൊക്കെ? എന്തിനാണ് ഇവരെ ഇങ്ങനെ 4, 5, 8 വർഷം പഠിപ്പിക്കുന്നത്? 10+2 വരെ പഠിച്ചാൽ പോരെ. അതുകൊണ്ടാണ് ഇപ്പോൾ ജെൻസിയിൽ പലരും ഡിഗ്രി കോഴ്സുകൾക്കോ അല്ലെ കോളേജുകൾക്കോ ഒന്നും പോകുന്നില്ല. കാര്യം ഈ ഒരു പ്രശ്നം കാരണമാണ്. വെറുതെ ഈ 5-8 വർഷം പഠിച്ചിട്ട് നമുക്ക് കിട്ടുന്ന സാലറി പറഞ്ഞാലും 15,000, 20,000 ഒക്കെ. നേഴ്സുമാർക്ക് മാത്രമല്ല, ആർക്കും വൈറ്റ് കോളർ ഇന്ന് ഇന്ത്യയിൽ സാലറി വളരെ കുറവാണ്. അതുകൊണ്ടാണ് പലരും വിദേശത്തോട്ടൊക്കെ പോകുന്നത്. അതായത് ഈ വേറൊരു കാര്യം, ഇവർക്ക് വരുമാനം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. ഈ ഹോസ്പിറ്റലുകൾക്ക് കോടികളുടെ വരുമാനമുണ്ട്. അപ്പോൾ ഇവർക്കൊരു 30,000, 40,000, 50,000, 1 ലക്ഷമൊക്കെ, 1 ലക്ഷം രൂപ പോലും അവർക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തുമ്മലായിട്ട് പോയാൽ പോലും 2,000, 3,000 രൂപയുടെ ബില്ലാണ് വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് നല്ല സാലറി കൊടുത്താൽ എന്താണ്? വരുമാനമില്ല, പോട്ടെ എന്ന് വെക്കാം. രോഗികളെ പിഴിഞ്ഞല്ലേ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പൈസ ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ നേഴ്സുമാരുടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. വിദേശത്തൊക്കെ നേഴ്സുമാർക്ക് എന്താണ് സാലറി? വിദേശത്തൊക്കെ ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സല്ല നേഴ്സിംഗ്. 1 മുതൽ 5, 10, 15 ലക്ഷം രൂപ വരെ കിട്ടുന്നില്ല പലർക്കും. നേഴ്സുമാർക്കല്ല ഏറ്റവും ഡിമാൻഡ്. അപ്പോൾ ഇവിടെ കൊടുത്താൽ തന്നെ കോടികളാണ് ഈ ആശുപത്രി മാനേജ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ 40 അല്ല, മിനിമം ഒരു 70,000, 60,000 നേഴ്സുമാർക്ക് ആക്കണം സാലറി. ഡോക്ടർമാർക്ക് സാലറി ഇല്ലയെന്ന് പറയുന്നത് കേൾക്കുന്നത്. ഇതൊക്കെ മോശമാണ്. നല്ല സാലറി കൊടുക്കണം, അല്ലെങ്കിൽ അടച്ചു പൂട്ടണം. ഗവൺമെൻറ് ഇതൊക്കെ നടത്തണം.
അതായത് പണിയിപ്പിക്കുമ്പോൾ സാലറി ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഈ മലയാളീസാണ് ഏറ്റവും സാലറി കൊടുക്കാൻ പണി എടുപ്പിച്ചിട്ട് ഔദാര്യം പോലെയാണ് സാലറി കൊടുക്കുന്നത്. ഈ കാര്യത്തിൽ എൻ്റെ ഐക്യദാർഢ്യം അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, നേഴ്സുമാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇവിടെ പഠിച്ചവർക്ക് വേണ്ടി. ഇപ്പോൾ ബ്ലൂ കോളറിന് മാത്രമാണ് നല്ല ശമ്പളം. നിങ്ങൾ ആലോചിക്കുക, 8-10 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ച, അല്ലെങ്കിൽ 6-7 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ച നേഴ്സുമാർക്ക് 20,000 അല്ല 15,000 സാലറി ഉള്ളെങ്കിൽ വെറുതെ ഒന്നും പഠിക്കാതെ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് അലമ്പി നടന്ന് അവൻ നാളെ കാപ്പിക്കുരുവോ അല്ലെങ്കിൽ കല്ല് വെട്ടാൻ വരുന്നവനൊക്കെ ഒരു ദിവസം 1,000-1,500 രൂപ ശമ്പളം കിട്ടുന്നു. ഫീൽ ദ ഡിഫറൻസ്. അപ്പം പഠിച്ചിട്ട് എന്താണ് കാര്യം? ഒരു ജോലി അധിക്ഷേപിക്കുകയല്ല, പക്ഷേ പഠനമെന്ന പേരിൽ ഒരുപാട് വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കുട്ടികളെ കൊഞ്ഞനം കുത്തുന്നതാണ് ഈ സാലറി കുറവ്. ഫ്രഷേഴ്സിന് പോലും ഒരു മിനിമം ഒരു 15-20 രൂപയെങ്കിലും കൊടുക്കണം ഒരുവിധം കമ്പനികൾ. നഷ്ടത്തിലാണ് ഇവന്മാർ ഓടിക്കേണ്ടെന്നേ. ലാഭമുള്ള കമ്പനികൾ മാത്രം ഓടിയാൽ മതി. ഒരു കമ്പനികളും എംപ്ലോയീസിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് വേണ്ടത് പണം മാത്രമാണ്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇതൊക്കെ മാറണം. മാന്യമായ ശമ്പളം കൊടുക്കണം. ഇപ്പോൾ തന്നെ പഠിച്ചവരോട്, നിങ്ങൾ ഏതായാലും ഇത്രയും പൈസ മുടക്കി പഠിച്ചതല്ലേ, ഇന്ത്യയിലുള്ള ഒരു 90-95% നേഴ്സുമാരും നിങ്ങൾക്ക് അർഹിക്കുന്ന ശമ്പളം കിട്ടിയില്ലേ ആ തൊഴിൽ എടുക്കണ്ട. നിങ്ങൾ ആരും ചെയ്യാതിരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിന് ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ എന്താ? ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം, എക്കണോമിക്സിൽ പറയുന്ന പോലെ. അപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകാതെ സമരം ചെയ്താൽ നേഴ്സുമാരെ കിട്ടാതാകും. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ അപ്പോൾ എന്ത് സംഭവിക്കും? ഈ മാനേജ്മെൻറ്റിനൊക്കെ സാലറി കൂട്ടേണ്ടി വരും.